ഡൽഹിയിൽ CPM ആസ്ഥാനമായ AKG ഭവനിൽ SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്തേക്കുള്ള പോലീസിന്റെ അസാധാരണ കടന്നുകയറ്റം ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ചതോടെയാണ് സഭ പ്രക്ഷുബ്ധമായത്. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഡൽഹി പോലീസ്. നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള പോലീസിന്റെ അസാധാരണ പ്രവൃത്തിയെയാണ് ജോൺ ബ്രിട്ടാസ് MP സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. Delhi police team barged into AKG Bhavan. Sir, it was to arrest Aishi Ghosh. Sir, the shocking thing is that they came without uniform. Now you conclude. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെ CPM-ന് പിന്തുണയുമായി എത്തിയതോടെ സഭ പ്രക്ഷുബ്ധമായി. ये बहुत शर्मनाक है कि एक नेशनल पार्टी के ऑफिस में हम घुस के अगर CBI के लोग डेमोक्रेसी इज नॉट सेफ, पीपल आर नॉट सेफ. ജോൺ ബ്രിട്ടാസിന്റെ വാദങ്ങളെ കേന്ദ്രമന്ത്രി JP നദ്ദ സഭയിൽ തള്ളി. നടപടി അസാധാരണമല്ലെന്നായിരുന്നു നദ്ദയുടെ മറുപടി. John Britas has said this is a very normal law and order situation that we have to understand. I have been a student activist. I have been arrested many times from the classroom. അർദ്ധരാത്രിയിലാണ് മഫ്തിയിലുള്ള ഡൽഹി പോലീസ് സംഘം AKG ഭവനിലെത്തി ഐഷി ഘോഷിന്റെ വിവരങ്ങൾ തേടിയത്. ഐഷിയുടെ താമസ സ്ഥലം, പാർട്ടി ആസ്ഥാനത്തെത്തുന്ന സമയം എന്നിവയെക്കുറിച്ച് AKG ഭവനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പോലീസ് ചോദിച്ചറിഞ്ഞു. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണിതെന്ന് CPM വിലയിരുത്തി. വീണ്ടും രാജ്യത്ത് ഭയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള പരിശോധനയാണോ ഇങ്ങനെ പാർട്ടി ഓഫീസുകളുടെ എല്ലാം മുമ്പിൽ ഈ പോലീസ് സേനയെ വിന്യസിച്ചുകൊണ്ട് മോഡിയും അമിത്ഷായും മോഹൻ ഭഗത്തും കൂടി ഉദ്ദേശിക്കുന്നതെന്നുള്ള അറിഞ്ഞൂടാ. പോലീസിന്റെ നാടകീയ നീക്കങ്ങൾക്ക് പിന്നാലെ AKG ഭവനിലെ സുരക്ഷ ശക്തമാക്കി. അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഐഷി ഡൽഹി പട്യാല ഹൗസ് കോടതിയെ സമീപിച്ചു. 5 വർഷം മുമ്പുള്ള കേസിലെ വേട്ടയാടലിനെ നിയമപരമായി നേരിടാനാണ് SFIയുടെയും CPM-ന്റെയും തീരുമാനം. കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറിയ ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ദേശീയ നേതൃത്വം വ്യക്തമാക്കി. റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.